ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ തന്നെയാണ് എല്ലാ ദിവസത്തെയും പോലെ. അപ്പൊ ആദ്യം നമ്മൾ എഡിറ്റോറിയൽ തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലോക്ക്ഡ് ഇൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ലോക്ക്ഡ് ഇൻ കോൺഫ്ലിക്ട് ഈ എഡിറ്റോറിയൽ വെസ്റ്റ് ബംഗാളിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഡെയിലി നമ്മൾ എഡിറ്റോറിയൽസ് വായിക്കുന്ന ശീലമുള്ളത് കൊണ്ടും അതിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്ന ശീലമുള്ളത് കൊണ്ടും നമുക്കത് ചെയ്യാം. അത് മാത്രമല്ല, അതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾസ് ഒക്കെ അവിടെ റെഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും നമ്മളത് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്കറിയാം, വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ CV ആനന്ദ ബോസ് ആണ്. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം ഒരു ഫോമർ IAS ഓഫീസർ ആണ്. അദ്ദേഹത്തിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ഒരുപാട് അവാർഡ്സ് കിട്ടി. ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള IAS ഓഫീസർ ആയിരുന്നു. പക്ഷെ ഇപ്പോ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നു. BJP പൊളിറ്റീഷ്യൻ ആണ്. അപ്പൊ അദ്ദേഹം വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റഡ് ആയതിനു ശേഷം മമതാ ബാനർജിയുടെ ബംഗാൾ ഗവൺമെന്റുമായിട്ട് സ്ഥിരം കോൺഫ്ലിക്റ്റിലാണ്. അപ്പൊ റീസെന്റ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു, ഒരു ലൈംഗിക ആരോപണം. അത് എനിക്ക് എത്രത്തോളം വിശ്വാസമല്ല. കാര്യം അദ്ദേഹം ഏതാണ്ട് ഒരു 38 വർഷത്തോളം ബ്യൂറോക്രസിയിൽ IAS കാരനായിട്ട് ഇരുന്നതാണ്, വേരിയസ് പൊസിഷൻസിൽ. ഒരിക്കലും അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ആളാണ്. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം ആവാൻ സാധ്യതയുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, അത് എന്റെ അഭിപ്രായം പറഞ്ഞാണെങ്കിൽ സത്യവും ഇല്ലെന്നൊന്നും അന്വേഷിക്കാൻ പോലും പറ്റൂല. കാരണം ഗവർണേഴ്സിനും അതുപോലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ചില ഇമ്പ്യൂണിറ്റീസ് ഉണ്ട്, ചില ഇമ്മ്യൂണിറ്റീസും ഉണ്ട്. അതായത് നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി ഒക്കെ പറയുന്നെങ്കിലും ഇന്ത്യയിൽ അൺഈക്വൽ ആയിട്ടുള്ള 2 സിറ്റിസൺസ് ഉണ്ട്. ഒന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും പിന്നെ സ്റ്റേറ്റുകളിലെ ഗവർണേഴ്സും. അതായത് അവർക്കെതിരെ അവര് ഓഫീസിലായിരിക്കുന്ന സമയത്ത്, അതായത് അവരുടെ ടേം അവര് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പോലീസിന് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സും സിവിൽ കേസസിലോ ക്രിമിനൽ കേസസിലോ അവർക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ ആകെപ്പാടെ ഉള്ളത് ഗവർണേഴ്സിനും പ്രസിഡന്റിനും മാത്രമാണ്. പ്രൈം മിനിസ്റ്ററിന് പോലും അതില്ല. ഇത് പക്ഷേ ഇന്ത്യയിലെ മാത്രം സിനാരിയോ ഒന്നും അല്ല. അത് അമേരിക്ക എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷനിൽ ഇത് തന്നെയാണ് അവസ്ഥ. പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചു കാണും. ഡൊണാൾഡ് ട്രംപ് ഈസ് എൻജോയിങ് സർട്ടൻ കൈൻഡ് ഓഫ് ഇമ്പ്യൂണിറ്റി ബിക്കോസ് ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക വൺസ്. സോ അദ്ദേഹത്തിനെതിരെ ചില പ്രൊസീഡിങ്സ് ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അവിടുത്തെ. കാര്യം ഞാൻ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തു വരുന്നു കഴിഞ്ഞ ആഴ്ച. അതായത് അദ്ദേഹത്തിന്റെ പ്രസിഡൻസി ടൈമിൽ അദ്ദേഹത്തിനെതിരെ കുറെ കേസസ് ഉണ്ട്. ഒന്ന്, അദ്ദേഹം സ്റ്റോമി ഡാനിയൽ എന്ന് പറഞ്ഞൊരു പോൺ സ്റ്റാറുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന റിലേഷൻഷിപ്പിന്റെ ബേസിൽ അദ്ദേഹം ചില ഹഷ് മണിയൊക്കെ അവർക്ക് കൊടുത്ത കേസ് ഒതുക്കി. അത് പക്ഷേ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ അഫിഡവിറ്റിൽ അത് കാണിച്ചില്ല എന്നൊരു കേസുണ്ട്. രണ്ടാമത്, അദ്ദേഹം പ്രസിഡന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ പരാജയം സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് അമേരിക്കയുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ ക്യാപിറ്റോൾ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നൊരു കേസുണ്ട്. വേറൊരു കേസ് എന്ന് പറയുന്നത്, അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോയതിനു ശേഷവും അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമേരിക്കയുടെ ചില ഫയൽസ് കണ്ടെത്തി. അത് കണ്ടെത്താൻ പാടില്ലല്ലോ, അദ്ദേഹം അപ്പൊ അവിടെ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഈ കേസസ് എല്ലാം അവിടെ നടക്കുക. പക്ഷെ ഈ കേസസിൽ ഒന്നിന്റെ വിചാരണ സമയത്ത് അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തുള്ള ആ ഒരു പ്രൊട്ടക്ഷൻസ് ഈ കേസിലും ആപ്ലിക്കബിൾ ആണെന്ന്. അപ്പൊ ഇത് പല രാജ്യങ്ങളിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് ആ ഒരു പ്രൊട്ടക്ഷൻ ഒരുപക്ഷെ മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവാം. ഈവൻ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസിഷൻസിൽ പോലും ചിലർക്കൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പല രാജ്യങ്ങൾ. അതുപോലെ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നു. അത് കെട്ടിച്ചമച്ചതാണെന്നും അത് അവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിന്റെ ബാക്കിലെന്നും അദ്ദേഹം പറയുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം നെയിം ചെയ്തിട്ടുണ്ട്. ആ നെയിംസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ നെയിംസ് ഒന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്ക്. ആ നെയിം ഗവർണർ ചെയ്തേക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് ആക്ഷനാണ് മമതാ ബാനർജി ഗവൺമെന്റ് എടുത്തതെന്ന് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ ചില കൺസേൺസും ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ വയലൻസിനും ഒക്കെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അവിടെ ആഫ്റ്റർ ലോക്സഭ ഇലക്ഷൻ ഓൾസോ മെനി ഇൻസിഡൻസ് ഓഫ് വയലൻസ് വേർ റിപ്പോർട്ടഡ് ആൻഡ് മെനി ഓഫ് ദോസ് വിക്ടിംസ് വേർ ഈഗർ ടു സീ ദ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ. പക്ഷേ ആ വെസ്റ്റ് ബംഗാൾ ഗവർണറെ കാണാൻ അനുവദിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ തടഞ്ഞു. അതിന് പിന്നിലും ഈ പോലീസുകാരാണ്. ഇദ്ദേഹം പറഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ, പിന്നെ ഒരു അവിടുത്തെ സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനൊക്കെ പറയുന്നത് അവരാണ് അതിന്റെ ബാക്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഈ ഞാൻ പറഞ്ഞില്ല, ആർട്ടിക്കിൾ 361 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവർണേഴ്സിന് ഈ കേസ് അവർക്കെതിരെ കേസ് എടുക്കുന്നതിന്
അഗേൻസ്റ്റ് ആയിട്ടുള്ള കേസ് എടുക്കുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിക്കിൾ 361 അനുസരിച്ചാണ്. മിസ്റ്റർ ബോസ് എൻജോയ്സ് immunity from proceedings under Article 361 of the Constitution. It has become a thorny issue with the governor believing that the police officers had flouted the rules of conduct in speaking about an investigation that cannot be instituted or continued. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ 361 അനുസരിച്ച് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു കേസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റാത്ത വിഷയമാണ്. ആ വിഷയം എന്നിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് പങ്കെന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് പിന്നീട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ 2ാം പാരഗ്രാഫിൽ പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണിപ്പം. സെൻട്രൽ സർവീസിലുള്ളവരാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കെതിരെ ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഗവർണറിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ അവകാശം ഉണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഓപ്പോസിഷൻ റൂൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും അവിടുത്തെ ഗവർണറും തമ്മിൽ ടസിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ ഗവൺമെന്റും തമ്മിൽ, സ്റ്റാലിനും പിന്നീട് അവിടുത്തെ ഗവർണറായ RN രവിയും തമ്മിൽ തമിഴ്നാട്ടിൽ, അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിൽ ആ ഒരു ഇത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു എന്താ പറയുന്ന പൊളിറ്റിക്കൽ അപ്മാൻഷിപ്പാണ് ഈ ഗവർണറും മമതാ ബാനർജിയും തമ്മിലുള്ളത് എന്നൊക്കെയും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആർട്ടിക്കിൾ 367 കാര്യമുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. അത്രയും ഞാൻ ഈ എഡിറ്റോറിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. അതിനേക്കാളും കൂടുതൽ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. The governor is indeed authorized to seek information from state government under Article 167. അപ്പൊ ഗവർണറിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പല ഇൻഫർമേഷൻസും ആവശ്യപ്പെടാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി അദ്ദേഹം ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആർട്ടിക്കിൾ 167 നിന്നാണ്. അപ്പൊ ആദ്യം പഠിച്ചു വെച്ചേക്കണം. ഇത് 2 ആർട്ടിക്കിൾസ് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 361 ആൻഡ് ആർട്ടിക്കിൾ 167. ഓക്കെ, അപ്പൊ ഇത് ദിസ് editorial is all about the tussle between state government of West Bengal and the governor of West Bengal. Okay, അപ്പം അതാണ്. രണ്ടാമത്തത് ഈവൻ ദ ഓഡ് ജോബ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യയിൽ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് അർഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇപ്പൊ ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് വളരെ വളരെ പോപ്പുലർ ആണ്. ഇന്ത്യയിൽ ഏത് സ്മോൾ ടൗണിൽ പോയാലും, ഗ്രാമപ്രദേശങ്ങൾ ഒഴിച്ച് ഏത് സ്മോൾ ടൗൺസിൽ പോയാലും, ഇപ്പൊ ഇന്ന് ഞാനിപ്പോ കൊല്ലത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഇപ്പൊ ഒരു 1 hour കഴിയുമ്പോൾ ഞാൻ കൊല്ലത്തേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ടൗണുകളുണ്ട്, കൊട്ടിയം ഒക്കെ പോലുള്ള. ആ സ്ഥലങ്ങളിൽ പോലും ജിഗ് വർക്കേഴ്സ് തലങ്ങും വിലങ്ങും. അതായത് ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പാർട്ട്നേഴ്സ് ആയിട്ട് ആ കമ്പനികൾ കൊണ്ടുവരുന്ന വർക്കേഴ്സിനാണ് ജിഗ് വർക്കേഴ്സ്. അതായത് സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം എൻഗേജ് ചെയ്തിരിക്കുന്ന വർക്കേഴ്സിന് ജിഗ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് എംപ്ലോയി സ്റ്റാറ്റസ് ഇല്ല. അവർക്ക് എംപ്ലോയി സ്റ്റാറ്റസ് പണ്ടേ കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തേക്കുന്ന സ്റ്റാറ്റസ് പാർട്ട്ണർ സ്റ്റാറ്റസ് ആണ്. അങ്ങനെ കൊടുക്കാൻ കാരണമായിട്ട് ആ കമ്പനീസ് അന്ന് പറഞ്ഞിരുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ടൈം റെഗുലേഷൻ ഒന്നും ഇല്ല. അവർക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ജോലി തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും ജോലി തീർക്കാം. അപ്പൊ അന്ന് അത് നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നി. അത് നല്ല ഹാൻസം പേയ്മെന്റും ഉണ്ടായിരുന്നു അവർക്ക് ആ തുടങ്ങുന്ന സമയത്ത്. അപ്പൊ ഈ ചെറിയ ചെറിയ ടൗൺസിൽ പോലും ഇവരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൊട്ടിയം പോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗൺ പോലെയാണ്. അവിടെ പോലും ഈ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും കാണാറുണ്ട് അതുവഴി പോകുമ്പോൾ. അപ്പോ കൊട്ടാരക്കര അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ അവരുണ്ട്. അപ്പം ഈ ജിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഇപ്പം സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും മാത്രമല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയുണ്ടോ അതിലെല്ലാത്തിലും വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ജിഗ് വർക്കേഴ്സിന്റെ കാറ്റലായിരുന്നു. അവർ ഏതാണ്ട് 1 crore അടുത്ത് ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 1 crore ഉണ്ട് ഇപ്പം ഇന്ത്യയിലെ ജിഗ് വർക്കേഴ്സ്. 2021 കണക്കനുസരിച്ച് തന്നെ 74 ലക്ഷം പേരായിരുന്നു. അപ്പൊ അവരൊരു സബ്സ്റ്റാൻഷ്യൽ നമ്പറായി മാറുന്നു ഇന്ത്യയിലെ മൊത്തം അൺഓർഗനൈസ്ഡ് വർക്ക് ഫോഴ്സിലാണ്. മനസ്സിലായോ? ഇപ്പം നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ ഉള്ള അത്ര ഓർഗനൈസ്ഡ് അല്ലാത്തൊരു വർക്ക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ജിഗ് വർക്കേഴ്സ് ആണ്. അപ്പം ഈ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അവർക്ക് നല്ല പേയ്മെന്റ് കിട്ടിക്കൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവര് ഓൺലൈൻ കമ്പനീസ് പലതും പല റീസൺസ് ഉണ്ട്. ഇവർ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ജിഗ് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്ന കമ്പനീസിൽ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സൊമാറ്റോയിൽ ഒരു എംപ്ലോയിക്കെതിരെ പരാതി കൊടുത്താൽ അത് അവരുടെ ഫീഡ്ബാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതിന്റെ ബേസിൽ അവരൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് 5 star ഇട്ടേക്കണം സാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഇവരുടെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം പോലും ഈ എംപ്ലോയീസിന് പ്രോപ്പറായിട്ടില്ല. ആ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം പോലും പ്രോപ്പറായിട്ട് ഇപ്പൊ ഉള്ളത് പോലും എല്ലാം ഓട്ടോമേറ്റഡ് ആണ്.
ഡയറക്റ്റ് ആയിട്ട് ഈ എംപ്ലോയേഴ്സുമായിട്ട് അവർക്ക് ഡീലിങ്സ് ഒന്നുമില്ല. എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, എല്ലാം അൽഗോരിതം ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവര് എന്താ പറയുന്ന അൺജസ്റ്റിഫൈഡ് ആയിട്ട് ചിലപ്പം പുറത്താക്കും, അവർക്ക് പ്രോപ്പർ പേയ്മെന്റ് കൊടുക്കത്തില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പം ഈ എംപ്ലോയി സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഓർഗനൈസ്ഡ് സെക്ടറിലെ എംപ്ലോയീസിന് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസും അവർക്കില്ല. സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ PF ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ, പെൻഷൻ ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ. ദീസ് കൈൻഡ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ് ആർ നോട്ട് ബീങ് ഗിവൻ ടു ദീസ് ജിഗ് വർക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് എംപ്ലോയി സ്റ്റാറ്റസ്. അപ്പം ഇപ്പോഴും അവർക്ക് എംപ്ലോയി സ്റ്റാറ്റസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ സം ഗുഡ് ഡെവലപ്മെന്റ്സ് ആർ ഹാപ്പനിങ് in some states like Rajasthan, കർണാടക എക്സെട്ര. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജിഗ് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നത്. അത് ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അശോക് ഗെഹ്ലോട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഭജൻലാൽ ശർമ്മ എന്ന് പറഞ്ഞ BJP ചീഫ് മിനിസ്റ്റർ അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം അത് ഇപ്പൊ കോൾഡ് സ്റ്റോറേജിൽ വെച്ചതുപോലെയാണ്. ഇപ്പൊ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ കർണാടകത്തില് സിദ്ധരാമയ്യ ഗവൺമെന്റ് ഇപ്പൊ ജിഗ് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. കർണാടക പ്ലാറ്റ്ഫോം ബേസ്ഡ് ജിഗ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ബിൽ 2024. കർണാടക പ്ലാറ്റ്ഫോം ബേസ്ഡ് ജിഗ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ബിൽ 2024. അപ്പോ കർണാടകത്തിലെ ജിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള കുറെ മെഷേഴ്സ് ആണ് അതിൽ പറയുന്നത്. അതും കംപ്ലീറ്റ്ലി പെർഫെക്റ്റോ അല്ലെങ്കിൽ നിയർ പെർഫെക്റ്റ് പോലും അല്ല, പക്ഷെ സ്റ്റിൽ there are some steps in the right direction. അതിനെക്കുറിച്ച് മാത്രമാണ് ഇത് പറയുന്നത്. അല്ല, ഒന്ന് അവർ പറയുന്നതാണെന്ന് വെച്ചാൽ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വെൽഫെയർ ബോർഡ് ഉണ്ടാക്കാൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. ആ വെൽഫെയർ ബോർഡിൽ ഈ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള എംപ്ലോയേഴ്സ് എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നിട്ട് ഒന്നുകിൽ അവരുടെ ട്രാൻസാക്ഷൻസിന്റെ ഒരു വിഹിതം, ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ ഒരു വിഹിതം, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ പ്രോഫിറ്റിന്റെ ആണെന്ന് ഒരു വിഹിതം വെൽഫെയർ ബോർഡിൽ അടയ്ക്കണം. അത് ഈ ജിഗ് വർക്കേഴ്സിന്റെ സോഷ്യൽ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ്സ് നടപ്പാക്കാൻ സർക്കാർ വിനിയോഗിക്കും. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ജിഗ് പ്ലാറ്റ്ഫോംസും ചെയ്യുന്നത് അവര് അണ്ടർ റിപ്പോർട്ട് ചെയ്യുക. കാര്യം പലത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഒന്നും അല്ല, അതുകൊണ്ട് അവർക്ക് അണ്ടർ റിപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. അണ്ടർ റിപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ അവരുടെ ടേൺ ഓവറും പ്രോഫിറ്റും ഒക്കെ. ചിലർ വളരെ മീഗർ ആയിട്ടുള്ള പ്രോഫിറ്റ് ഒക്കെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മീഗർ എമൗണ്ട് ആയിരിക്കും അത് കൊടുത്താൽ. അപ്പൊ അതുകൊണ്ട് എംപ്ലോയീസ് ആവശ്യപ്പെടുന്നത് ഒരു സെസ് ചുമത്തണമെന്നാണ്. ഓരോ ട്രാൻസാക്ഷന്റെ മുകളിൽ ഒരു ചെറിയ സെസ് ചുമത്തണം. അപ്പം എല്ലാ ട്രാൻസാക്ഷനും ഒരു എമൗണ്ട് സർക്കാരിന് കറക്റ്റ് ആയിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ. അപ്പൊ എന്തായാലും ഈ ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന സംഭവം 2030 കൂടി ഇന്ത്യയിലെ മൊത്തം നോൺ അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സിന്റെ 6.7% ആവുന്ന പറയുന്നത്. അതുപോലെ നോൺ അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സിന്റെ ഇൻകത്തിന്റെ ഏതാണ്ട് 4.1% ഇവരായിരിക്കും നേടുന്നതെന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും ചേർന്ന് പോളിസി മെഷേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്ന് പറയുന്ന സംഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പല നിയമങ്ങളും പല സ്റ്റേറ്റുകളിലും വരുന്നത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു ജിഗ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഒരു നിയമം ഇതുവരെയും വന്നിട്ടില്ല. അത് വരണം, യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുവിൽ 3-4 ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ. കാരണം വേറെ ഒന്നുമല്ല, എല്ലാത്തിലും ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദു റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒരേ ദിവസത്തെ പത്രത്തിൽ ഒരേ കാര്യങ്ങൾ പറഞ്ഞുള്ള ആർട്ടിക്കിൾസ് എന്തിനാണ് അത് ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എല്ലാം ഒന്നുപോലെയാണ് തോന്നിയത്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാം. ഇന്ന് ജൂലൈ 11 നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂലൈ 11 അല്ലെങ്കിൽ ജൂലൈ 11 എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ, ഇവിടെ പറഞ്ഞുണ്ട്, വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ജൂലൈ 11. 1989 വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് UN ജൂലൈ 11 ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. 1987 മുമ്പ് 2 വർഷം മുമ്പ് 1987 വേൾഡിലെ ടോട്ടൽ പോപ്പുലേഷൻ 500 crores ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ 5 billion ആയിട്ട് മാറിയത്. ഈ 500 crores ആയിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ 11 ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ജൂലൈ 11 2 വർഷം കഴിഞ്ഞിട്ട് 1989 വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത്. കാരണം വേറൊന്നുമല്ല, ലോകത്തിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇന്ത്യയാണ്. വേൾഡിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇന്ത്യ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് വേൾഡ് പോപ്പുലേഷൻ ഡേയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനെ കുറിച്ച് കൺസേണോട് കൂടി അനലൈസ് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്.
മിക്കവാറും എല്ലാ ആർട്ടിക്കിൾസ് ഫോക്കസ് ചെയ്തേക്കുന്നത് വേൾഡിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ഇന്ത്യയെ കുറിച്ചാണ്. അപ്പൊ വേൾഡിലെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള നേഷൻ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതിൽ ആണ് കൂടുതൽ കാര്യങ്ങളുള്ളത്. ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് ഒരുപാട് ഇന്ത്യ ഭയന്നിരുന്നതും ലോകം ഭയന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. 1960s-ലും 70s-ലും ഒക്കെ നടന്ന ചില സ്റ്റഡീസിൽ അവർ പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് ഒരിക്കലും ഇന്ത്യയുടെ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, സിൻസ് ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് എക്സ്പ്ലോഡിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 2 to 3%. ഇന്ത്യ കനോട്ട് ഫീഡ് ദെയർ പോപ്പുലേഷൻ ഫുള്ളി എന്നാണ് ലോകത്തിലെ പല പോപ്പുലേഷൻ എക്സ്പെർട്ടുകളും പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പിന്നെ ഇന്ത്യ തെളിയിച്ചതിന്റെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ മുഖേനയൊക്കെ നല്ല രീതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്ത് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റേപ്പിൾ ഫുഡിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അല്ലാതെ ന്യൂട്രീഷന്റെ കാര്യത്തിലൊന്നും നമ്മൾ ഇപ്പോഴും സെൽഫ് സഫീഷ്യന്റ് ഒന്നും അല്ല. ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് എല്ലാ ഇന്ത്യയുടെ ഫുൾ പോപ്പുലേഷനും കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റണ്ടിങ് ഉള്ള കുട്ടികളൊക്കെ ഇന്ത്യയിലുള്ളത്. എന്ന് വെച്ചാൽ ഏജ് അഡിക്വേറ്റ് ആയിട്ട് ഗ്രോത്ത് ഇല്ലാത്ത കുട്ടികൾ നമ്മൾ സ്റ്റണ്ടിങ് ബാധിച്ച കുട്ടികൾ എന്ന് പറയുന്നത്. അനീമിയ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളും കുട്ടികളും ഇന്ത്യയിലാണ് ലോകത്ത്. അതിന്റെ കാരണം ഈ പറഞ്ഞ നമ്മള് ഫുഡ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ PDS സിസ്റ്റം വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, റേഷൻ ഷോപ്പുകൾ വഴി ഇങ്ങനെ ഒരു സ്കീം നടപ്പാക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, PMGKY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഈ സ്കീം വഴി PMGKAY എന്നാണ് തോന്നുന്നത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഈ സ്കീം വഴി BPL ഫാമിലീസിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. They don't have to pay any single penny to buy food from അല്ലെങ്കിൽ buy rice and wheat from ration shops or PDS shop, public distribution system shops. അപ്പൊ അതുകൊണ്ടൊന്നും അരിയിട്ട് വേവിച്ച് കഴിച്ചാൽ പട്ടിണി മാറും. പക്ഷെ പട്ടിണി മാറിയോണ്ട് മാത്രമല്ല, ന്യൂട്രിയൻസ് എസെൻഷ്യൽ എല്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും കംപ്ലീറ്റ്ലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരു സ്കീം ഗവൺമെന്റിനുണ്ട്, പോഷൻ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അത് തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്, പോഷൻ സ്കീം. അതൊക്കെ ഇഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ ചിലപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും. ആ പോഷൻ സ്കീമിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോഷന്റെ എക്സ്പാൻഷൻ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓവർ ആർച്ചിങ് സ്കീം ഫോർ ഹോളിസ്റ്റിക് നറിഷ്മെന്റ്. പോഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല പറയാം, പോഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോഷകാഹാരം കഴിക്കേണ്ടത് തന്നെയാണ്. ആ വാക്ക് പക്ഷെ അവർ ഉണ്ടാക്കിയത് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ്. ഇത് പോഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അബ്രിവേഷൻ ആയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പോഷന്റെ എക്സ്പാൻഷൻ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓവർ ആർച്ചിങ് സ്കീം ഫോർ ഹോളിസ്റ്റിക് നറിഷ്മെന്റ് എന്നാണ്. ആ സ്കീം വരുന്നത് 2018-ലാണ്. ആ സ്കീം ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നടപ്പാക്കിയ ഒരുപക്ഷെ നമ്മളെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും കുറയുമായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മളെ ഫുഡിന്റെ കാര്യത്തില് നമ്മളെ പോപ്പുലേഷൻ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റൂല എന്ന് ഇന്റർനാഷണൽ എക്സ്പെർട്ടുകളാണ് പറഞ്ഞത്, ഇന്ത്യയിലെ എക്സ്പെർട്ടുകളൊന്നും അല്ല പറഞ്ഞത്. അത് തെറ്റാണ് നമ്മൾ തെളിയിച്ചു. അത് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. പിന്നെ പോപ്പുലേഷന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇന്ത്യയുടെ പോപ്പുലേഷൻ വേൾഡ് ആവറേജ് പോപ്പുലേഷനെക്കാളും വളരെ വേഗതയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏറ്റവും അവസാനത്തെ FHS വ്യക്തമായിരിക്കുന്നത്, NFHS 6-ലാണെന്ന് തോന്നുന്നു പറയുന്നത്. NFHS 6 ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്പർ ഏതാണെന്ന് നോക്കിക്കോളാം. NFHS എന്ന് പറഞ്ഞാൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അവസാനമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ TFR. എന്താണ് TFR? അത് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ടേമാണ്. TFR മീൻസ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. മനസ്സിലായോ? ആ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീ അവരുടെ പ്രജനന കാലത്ത്, അവർക്ക് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള കാലത്ത് എത്ര ആവറേജ് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ TFR, ഓരോ രാജ്യത്തിനും ഒരു TFR ആണ്. ഇന്ത്യയിലെ TFR ഒരു സമയത്ത് 3-ഉം അതിന് മുകളിലും ഒക്കെ ആയിരുന്നു. അതായത് ആവറേജ് ഒരു പെണ്ണ് 3 കുട്ടിയും 4 കുട്ടിയും വരെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 4 കുട്ടിയൊന്നും അല്ല, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് 9 പേരായിരിക്കും. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ 3-ഉം 4-ഉം ഒക്കെ ആയിരുന്നു. പക്ഷേ അത് പിന്നെ കുറഞ്ഞ് 2.1-ലെത്തി. 2.1 എന്ന് പറഞ്ഞാലാണ് കറക്റ്റ് TFR, റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറയും. 2.1 2.1 ഫിഗർ TFR 2.1 ഫിഗറിന് വളരെ പ്രാധാന്യം. അതിനാണ് റീപ്ലേസ്മെന്റ് റേറ്റ്. റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ റീപ്രൊഡക്ഷൻ നടക്കുന്ന അതേ സമയത്ത് വേറൊരു സൈഡിൽ ഡെത്തും നടക്കുന്നില്ലേ. ഈ ഡെത്തും ബർത്തും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഫിഗറാണ് 2.1. അതുകൊണ്ടാണ് റീപ്ലേസ്മെന്റ് ഫിഗർ എന്ന് പറയുന്നത്, റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. 2.1 ആണ് ഐഡിയൽ. പക്ഷേ 2.1-ലും താഴെ പോയി. ഇപ്പൊ ഇന്ത്യയുടെ TFR 2 ആണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ റീപ്ലേസ്മെന്റ് ലെവലിനേക്കാളും താഴെയാണ്. അപ്പൊ പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടാവും ഫ്യൂച്ചറിൽ. ഈ 2-ഉം അടുത്ത വർഷങ്ങളിലേക്ക് ആകുമ്പോൾ 2 കുറഞ്ഞ് 1 point something മാറും.
അപ്പൊ ഒരു സമയത്ത് ഈ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ സ്റ്റഡി അനുസരിച്ച് അതൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ, അതൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്, ഞാൻ ഇത് വായിച്ചിട്ടുള്ളതാണ്, ഹിന്ദുവിൽ തന്നെ മുമ്പ് വന്നിട്ടുള്ളതാണ്. 2070 വരെ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറേശ്ശെ കൂടിക്കൊണ്ടിരിക്കും, 2070 വരെ. അതിനുശേഷം പോപ്പുലേഷൻ ഡിക്ലൈൻ ആവുണ്ടാവും. പിന്നെ നമ്മൾ പേടിക്കണം, പോപ്പുലേഷൻ ഡിക്ലൈൻ പേടിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഏജിങ് പോപ്പുലേഷൻ ആവും. ഇപ്പൊ ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. വേൾഡിലെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷന്റെ പകുതി കൂടുതലും ലെസ് ദാൻ 28 ഇയേഴ്സ് ഏജ് ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഈ പ്രൊട്ടക്ഷൻ വേണ്ട പോപ്പുലേഷനെക്കാളും വളരെയധികം കൂടുതലാണ് നമ്മളുടെ ലേബർ സെൻട്രിക് ആയിട്ടുള്ള പോപ്പുലേഷൻ, വർക്ക് ചെയ്യാൻ പറ്റുന്ന പോപ്പുലേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും വേൾഡിലെ പല രാജ്യങ്ങളിലും പോപ്പുലേഷൻ ഡെർത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അത്തരം രാജ്യങ്ങളിൽ സ്കിൽഡ് ലേബേഴ്സിന്റെയും സ്കിൽഡ് എംപ്ലോയേഴ്സിന്റെ ഒക്കെ കുറവുണ്ടാകുമ്പോൾ ഇന്ത്യ ക്യാൻ എക്സ്പോർട്ട് അവർ സ്കിൽഡ് വർക്കേഴ്സ് ടു ദോസ് കൺട്രീസ്. ഇതൊക്കെയാണ് നമ്മളുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊണ്ട് നമുക്ക് ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഭാവിയിൽ അത് നമുക്ക് നഷ്ടപ്പെടും. നമ്മളുടെ ഏജിങ് പോപ്പുലേഷൻ കൂടി. അതിനൊരു കാര്യമുണ്ട്, നമ്മൾ ഹെൽത്ത് സെക്ടറിലൊക്കെ അച്ചീവ് ചെയ്ത നമ്മളുടെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ട് നമ്മളുടെ നമ്മളുടെ ലോങ്ങിവിറ്റി കൂടുന്നു, നമ്മളുടെ ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നു. 70 വയസ്സൊക്കെ ആയി ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഏജിങ് പോപ്പുലേഷനും കൂടും. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇതിൽ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന SDG കുറിച്ചാണ്. SDG ഇനി എന്താണ് നമുക്ക് SDG എന്ന് നോക്കാം. SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഞാൻ ഹിന്ദുവിൽ ആർട്ടിക്കിൾ ഒന്നും ആസ് ഇറ്റ് ഈസ് ഞാൻ ഡിസ്കസ് ചെയ്തില്ല. കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും എഡിറ്റോറിയൽ ഓരോ ആർട്ടിക്കിൾസും എന്താണെന്ന്. ഞാൻ ആ ആർട്ടിക്കിളിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയാം, ചിലപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും. SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിന് ആദ്യം MDG ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന MDG ആയിരുന്നു. MDG മീൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നാണ്. MDG എന്താണ്? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. Actually in 2000 when a new millennium started, United Nations put forward 8 goals to achieve for the world. 8 goals. Those goals were known as MDG, Millennium Development Goals. The target year for achieving those goals was 2015, but many of the countries in the world fell wayside. They didn't achieve this MDGs, Millennium Development Goals. Those 8 goals prescribed by United Nations in the beginning of millennium 2000. India was in the forefront as a failed country. പിന്നെ വരുന്നു അടുത്ത ഗോൾ. ഇന്ത്യ മാത്രമല്ല, മിക്കവാറും ഒരുപാട് രാജ്യങ്ങൾ ഡെവലപ്പിംഗ് നേഷൻസ് ഫെയിൽ ചെയ്തു അതിലെല്ലാം. പിന്നെ വന്നു അടുത്ത ഗോൾസ് 2015 ആയിരുന്നു MDGയുടെ ടാർഗറ്റ് ഇയർ. അപ്പൊ 2015 പിന്നെ അത് നടക്കാഞ്ഞുകൊണ്ട് SDG കൊണ്ടുവന്നു. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. There are 17 goals. There are 17 SDG goals, sustainable development goals, to achieve by the year of 2030. But India is making tremendous progress in all those 17 goals. Still, India has a lot of ground to cover to achieve all those goals by 2030. But still, India is making big progress. An example പറയുന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട്. ഒന്ന് MMR, ഒന്ന് IMR. ഈ MMR എന്താണെന്ന് അറിയാം. തിരുവനന്തപുരത്തുകാരെ പെട്ടെന്ന് MMR എന്ന് പറയുമ്പോൾ എന്നെ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് വിചാരിക്കും. തിരുവനന്തപുരത്തുകാർക്ക് ഇവിടെ NSSന്റെ ഒരു സ്കൂളുണ്ട്, MMR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അതല്ല, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതാണ് MMR. മാതൃമരണ നിരക്ക്. ഓരോ 1,00,000 ബർത്ത് നടക്കുമ്പോഴും എത്ര അമ്മമാർ മരിക്കുന്നു, ഓരോ 1,00,000 ബർത്ത് നടക്കുമ്പോഴും എത്ര അമ്മമാർ മരിക്കുന്നു എന്നുള്ളതാണ് MMR. That was a very big figure for India previously, like very much comparable to sub-Saharan African countries. But through constant efforts of government of India and various state governments, India made substantial gains. മനസ്സിലായോ? ഭയങ്കര പ്രോഗ്രസ് ഉണ്ടായി. പക്ഷെ ഇപ്പോഴും നമ്മൾ ഡെവലപ്ഡ് നേഷൻസിനൊപ്പം എത്തിയിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രസ് ഒക്കെ നീ പറഞ്ഞുണ്ട്. എത്രയാണെന്ന് മുമ്പ് ഉണ്ടായിരുന്നത്, എത്രയായിരുന്നു, ഇപ്പൊ എത്രയാണെന്ന്, അതൊക്കെ ആ ഫിഗറൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അതിപ്പോ മാറിക്കാണും. 2021 ഫിഗർ ആണ് അവർ പറയുന്നത്. ഇനി IMR എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ജനന സമയത്ത് എത്ര ഇൻഫന്റ്സ് മരിച്ചു പോകുന്നു. ഔട്ട് ഓഫ് 1000 ബർത്ത്, how many infants are dying? How many infant deaths are happening? That is IMR, infant mortality rate.
ഔട്ട് ഓഫ് 1000, മറ്റത് ഔട്ട് ഓഫ് 1 lakh ആണ്. അതിലും ഇന്ത്യ ആഫ്രിക്കൻ കൺട്രീസിന്റെ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനൊപ്പമായിരുന്നു. പക്ഷെ അവിടെയും നമ്മൾ ഹ്യൂജ് പ്രോഗ്രസ് ഉണ്ടാക്കി. മനസ്സിലായോ? അങ്ങനെ ഓരോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലും നമ്മൾ റൈറ്റ് പാത്തിലാണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ പറയുന്നത്. പിന്നെ 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 നമ്മുടെ പോവർട്ടി റിഡക്ഷൻ ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഗോൾ ഓഫ് SDG, Sustainable Development Goals, to achieve zero hunger by 2030. That is the biggest aim of government of India also. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രേഡ്സ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പൊ ഇവർ പറയുന്നത് നമ്മളെ ലെസ് ദാൻ 10% പോപ്പുലേഷനെ 10%-നേക്കാളും കുറച്ച് പോപ്പുലേഷനെ ഇപ്പോ ബിലോ പോവർട്ടി ലൈനിലുള്ളൂ, അല്ലെങ്കിൽ ഫുഡ് കിട്ടാത്തവരായിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. MDP എന്നൊരു സംഭവമുണ്ട്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. അതായത് ഇത് ഫുഡ് കിട്ടുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീറ്റും റൈസും ഒക്കെ കിട്ടുന്നുണ്ട്, അത് കഴിക്കാം. പക്ഷെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രം പോരാ, എഡ്യൂക്കേഷൻ, ഷെൽട്ടർ, ഹെൽത്ത് ഇതെല്ലാം കൊടുക്കണം. ആ കാര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു 10-21% പോപ്പുലേഷൻ. ഇന്ത്യയുടെ 21% പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, ഏതാണ്ട് 30 കോടി കൂടുതൽ ആൾക്കാരാ. 10% എന്ന് പറയുമ്പോൾ തന്നെ 14.5 കോടിയാണ്, അല്ലെങ്കിൽ 15 കോടിക്ക് അടുത്ത് വരും. അപ്പൊ 20% 30 കോടി കൂടുതലാണ്. അപ്പൊ 20% ഉള്ളത് നമുക്ക് ആശ്വസിക്കാം. ഇനി 10% താഴെ ആൾക്കാരെ പിന്നെ ഈ പോവർട്ടിയിലെന്ന് പറയുമ്പോൾ ആ 10% വലുതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് 15 കോടിയാണ്. എന്നാലും വലിയ അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു. IMR, MMR അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ ലാസ്റ്റില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതുപോലെ വേറൊരു കാര്യം, ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പോലുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ പെർഫോമൻസ് അത്ര ബെറ്റർ അല്ല. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലൊക്കെ ഇന്ത്യ ഔട്ട് ഓഫ് 125 കൺട്രീസ് 111 ആണ്. പക്ഷെ അതിൽ എനിക്ക് ഉള്ളൊരു അഭിപ്രായം, ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. അത് വളരെ ബയസ്ഡ് ആയിട്ടുള്ള റാങ്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയെക്കാളും വളരെ പിന്നോക്കം നിൽക്കുന്ന, പട്ടിണിയുടെ പേരിൽ അടിവര സ്ട്രീറ്റ് നടക്കുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്ക് മുന്നിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിന്റെ കാര്യം ചില സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ആ സർവേ ഇന്ത്യയിലെ മുംബൈ, ചെന്നൈ അല്ലെങ്കിൽ അങ്ങനെ 2-3 സിറ്റികളിലായിരിക്കും അവർ സാമ്പിൾ സർവേ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ളൊരു വാസ്റ്റ് കൺട്രിയിൽ അതൊന്നും ഗ്രൗണ്ട് റിയാലിറ്റി റിഫ്ലക്ട് ചെയ്യത്തില്ല. അത് നമ്മുടെ എക്സിറ്റ് പോൾ പോലെയാണ്. ഒരു BJPക്ക് 400 കിട്ടുമെന്ന് പറയും, കിട്ടുന്നത് 240 കിട്ടത്തില്ല. അതുപോലെ ഒരു സംഭവമാണ് ഈ മിക്കവാറും ഇങ്ങനെയുള്ള ഇൻഡെക്സുകൾ ഉണ്ടാക്കുന്നത്. അത് പലതും സ്ക്യൂഡ് ആണ് ഇൻ ഫേവർ ഓഫ് അതിന്റെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ ബയസ് ഒക്കെ അതിനകത്ത് വരും. അതുപോലെ എന്തായാലും പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ NCD ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് NCD. നമ്മളെ ഷുഗർ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങളില്ലേ. പക്ഷെ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനും അതിന്റെ മരുന്ന് മേടിക്കാനൊക്കെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് ഇന്ത്യയിലെ പാവപ്പെട്ട ഫാമിലീസിനൊക്കെ അവരുടെ ബർഡൻ കൂട്ടുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് അതിനെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ മിക്കവാറും ജൂലൈ 23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കാൻ പോണ, നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോണ ബഡ്ജറ്റിൽ നമ്മൾ ആയുഷ്മാൻ ഭാരത് സ്കീമിനെ കുറിച്ച് അറിയാലോ. ആയുഷ്മാൻ ഭാരത് സ്കീമിലാണല്ലോ ഈ BPL ഫാമിലീസിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വർഷത്തോറും ഇൻഷുറൻസ് കൊടുക്കുന്നത്. അത് 10 ലക്ഷമായിട്ട് കൂട്ടാൻ പോയാൽ. പക്ഷെ അപ്പോഴും പ്രശ്നം തീരുന്നില്ല. അപ്പോഴും അത് കംപ്ലീറ്റ്ലി ആൾക്കാർക്ക് ആക്സസിബിൾ അല്ല. ഇഫക്റ്റീവായിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലും നടപ്പാവുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടായി അത് കംപ്ലീറ്റ്ലി പക്കായാലേ അതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. പിന്നെ നമ്മളുടെ യൂത്തിനെ അവര് സ്കിൽഫുൾ ആക്കുന്നതിന്റെ കാര്യം എല്ലാം പറഞ്ഞുണ്ട്. അപ്പൊ എന്തായാലും ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആക്ച്വലി ഇതിൽ അത്യാവശ്യം വായിക്കേണ്ട ആർട്ടിക്കിൾ. പിന്നെ രണ്ടാമത്തെ കേസ് ഓഫ് പീപ്പിൾ വേഴ്സസ് പോപ്പുലേഷൻ, ഇത് അഗെയിൻ പോപ്പുലേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അതിനകത്ത് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, അല്ലാതെ കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇത് എഴുതിയേക്കുന്ന ഒരു ഫോമർ IAS ഓഫീസറാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വേൾഡിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പം 2070 കൂടി നമ്മൾ കാർബൺ ന്യൂട്രൽ ആവാം. അത് പഠിച്ചു വെച്ചോട്ടെ. വേൾഡിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു പ്രോമിസാണ്, ബൈ 2070 ഇന്ത്യ വിൽ ബിക്കം കാർബൺ ന്യൂട്രൽ. By 2050, European nations and US will become carbon neutral. And by 2060, China will become carbon neutral. As compared to China and Western nations, India is
lagging in development. That's why India decided to put 2070 as the deadline for achieving net zero അല്ലെങ്കിൽ സീറോ കാർബൺ എമിഷൻ. പക്ഷെ ഇതിൽ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത് ഈ മിറ്റിഗേഷൻ എഫേർട്സിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യം കൂടുതൽ പ്രാധാന്യം ഡെവലപ്ഡ് നേഷൻസാണ് കൊടുക്കേണ്ടത്. അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെവലപ്മെന്റ് ആസ്പെക്ട് ാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. മിറ്റിഗേഷൻ നമ്മളൊരു സൈഡിൽ നമ്മളെ മനസ്സിലുള്ളപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ ഡെവലപ്മെന്റിനാണ്. കാര്യം നമ്മളുടെ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് നമ്മളുടെ എല്ലാ സെക്ടേഴ്സിലും ഉണ്ടായാലും മാത്രമേ നമ്മളുടെ ഓൾ എൻകംപോസിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇന്ത്യയിൽ നടക്കുകയും അതുവഴി ആൾക്കാരുടെ ജീവിത നിലവാരം കൂടുകയൊക്കെ ചെയ്യുള്ളൂ. ജീവിത നിലവാരം കൂടുമ്പോൾ തന്നെ ഗ്രാജുവലി ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസിന്റെ മിറ്റിഗേഷൻ എഫേർട്സ് ഒക്കെ അതിന്റെ സൈഡ് ബൈ സൈഡ് നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് OECD കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അത് പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതിൽ ഏതാണ്ട് 37 രാജ്യങ്ങളോ മറ്റോ ഉണ്ട്. ഇതിൽ മിക്കവാറും എല്ലാ ഡെവലപ്ഡ് നേഷൻസ് ആണ് ഉള്ളത്, US മറ്റ് വെസ്റ്റേൺ യൂറോപ്യൻ നേഷൻസും ഒക്കെ. ഈ OECD കൺട്രീസ് എല്ലാം കൂടെ 10-37 കൺട്രീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ ഒരു വർഷം അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഏതാണ്ട് $40,000 ആണ്. അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഏതാണ്ട് $40,000. അതേസമയത്ത് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം വെറും $2,400 ആണ്. അപ്പൊ $40,000 പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഈ രാജ്യങ്ങൾക്ക് എല്ലാം കൂടെ പോപ്പുലേഷൻ 1.39 ബില്യനേ ഉള്ളൂ. 30 കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പോപ്പുലേഷൻ 1.39 ബില്യനേ ഉള്ളൂ. അതേസമയത്ത് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ അവരെല്ലാം കൂടെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് 1.44 ബില്യൺ. പക്ഷെ അവർ ഉത്പാദിപ്പിച്ച് കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 55.6 ട്രില്യൺ ആണ്. അതേസമയത്ത് അവരെക്കാളും പോപ്പുലേഷൻ ഉള്ള ഇന്ത്യ എന്നുള്ള ഒറ്റ രാജ്യം കൺസ്യൂം ചെയ്യുന്നത് വെറും $3.5 ട്രില്യൺ സാധനങ്ങളാണ്. അപ്പൊ ലോകത്തെ കാർബൺ എമിഷനും ഈ ഗ്ലോബൽ വാർമിങ്ങിനും ഒക്കെ കാരണമെന്ന് ഈ ഒറ്റ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ OECD നേഷൻസ് ആണ്. അപ്പൊ അവന്മാർക്കാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി ഫോർ ദ മിറ്റിഗേഷൻ എഫേർട്സ് ആൻഡ് ഓൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ ഡെവലപ്മെന്റിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവർ ചെയ്യട്ടെ കൂടുതൽ മിറ്റിഗേഷൻ എഫേർട്ടും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അതൊക്കെ ആർട്ടിക്കിളിലുള്ളത്. പിന്നെ പാത്വേ ഫോർ ദ മോസ്റ്റ് പോപ്പുലസ് നേഷൻ അഗെയിൻ വേൾഡ് പോപ്പുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ. പ്രത്യേകിച്ച് എനിക്ക് അതിലൊന്നും പറയാനില്ല, കാര്യം മറ്റൊരു ആർട്ടിക്കിളിലൊക്കെ ഉള്ള കാര്യം തന്നെ അവിടെയും പറയുന്നു. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ കേസ് ഫോർ എ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ. അതും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. എന്റെ ഇത് ഗിസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സൈഡിൽ ഗിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അത് കൊടുക്കുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഒരിക്കൽ പോലെ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല. നേഷൻ വൈഡ് ആയിട്ട് ചില സ്റ്റേറ്റുകൾ നടത്തിയിട്ടുണ്ട്. ബീഹാർ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു കണ്ടക്ട് എ കോംപ്രഹെൻസീവ് കാസ്റ്റ് സെൻസസ്. Last year, they conducted a caste census by Nitish Kumar government. And the opposition parties are eagerly asking for a nationwide caste census to BJP government. BJP government is not ready to accept their demand because of various reasons of അവരുടെ ഐഡിയോളജിക്കൽ അജണ്ടയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള വേരിയസ് റീസൺസ് ദേ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് ഡിമാൻഡ്. അപ്പം ഈ കാസ്റ്റ് സെൻസസ് നടപ്പാക്കേണ്ടതിന് ആവശ്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നീ പറഞ്ഞ കുറേയൊക്കെ ശരിയാണ്. ഒന്നാമത്തെ കാര്യം ഹിസ്റ്റോറിക്കലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള നമ്മളുടെ ഇന്ത്യയിലെ കാസ്റ്റുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് അവരുടെ സൈസ് അവരെത്രത്തോളം ഇന്ത്യൻ പോപ്പുലേഷനിലുണ്ട് എന്നൊക്കെ മനസ്സിലാവണം. പിന്നെ ചില കാസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ നമ്മളുടെ മഹാരാഷ്ട്രയിലെ മറാഠ കമ്മ്യൂണിറ്റി, പിന്നീട് ഗുജറാത്തിലെ പട്ടിഡാർ അല്ലെങ്കിൽ പട്ടേൽ കമ്മ്യൂണിറ്റി, ഇവരെല്ലാം റിസർവേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയ യവന്മാരെയൊക്കെ കറക്റ്റ് റെപ്രസെന്റേഷനും അവരുടെ കറക്റ്റ് പോപ്പുലേഷനും എല്ലാം മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി അവരുടെ ആവശ്യങ്ങൾ മുളയിലേ നുള്ളാൻ പറ്റും ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസസും ഒക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറഞ്ഞത്. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാത്ത സെൻസസ് പോലും ഇപ്പം നടക്കുന്നില്ല. 2011 ഇന്ത്യയിൽ അവസാനം സെൻസസ് നടന്നത്. അതനുസരിച്ച് 2021 നടക്കേണ്ടത്. ഇപ്പൊ 24 പകുതി കഴിഞ്ഞു. സ്റ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ കണ്ടക്ടിങ് സെൻസസ് ഇമ്മീഡിയറ്റ്ലി. അതിനും കാരണമുണ്ട്. അതിന്റെ കാരണം എനിക്കറിയാം. there is a political reason. After 2026 only delimitation process can be initiated in India as per one constitutional amendment. So government wants to conduct delimitation after census. അപ്പോൾ 2026 ശേഷം സെൻസസ് നടത്തിയാലേ ഈ ഡീലിമിറ്റേഷൻ നടത്താൻ പറ്റും. ഡീലിമിറ്റേഷൻ നടത്തിയ BJPക്ക് അടുത്ത ഇലക്ഷനിൽ അവർക്ക് കുറെ അഡ്വാൻറ്റേജസ് കിട്ടും. അതെന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. എന്തായാലും ഡീലിമിറ്റേഷൻ നടത്തിയേ പറ്റൂ. കാരണം
നമ്മളുടെ പാർലമെന്റിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊരു നിയമം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. നാരി ശക്തി വന്ദൻ അധിനിയം. നാരി നിൽക്കുമ്പോഴേ സ്ത്രീകൾക്കാണെന്ന് മനസ്സിലാവും. 33% റിസർവേഷൻ ഫോർ വിമൻ ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. 33% സംവരണം സ്ത്രീകൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും. അത് എൻഷുർ ചെയ്യുന്ന നിയമമാണ് നാരി ശക്തി വന്ദന അധിനിയം. അത് നടപ്പാവണമെങ്കിൽ ഡീലിമിറ്റേഷൻ നടക്കണം. അത് അങ്ങനെയാണ് ആ നിയമം. ഡീലിമിറ്റേഷൻ നടക്കണമെങ്കിൽ 2026 കഴിയണം. അപ്പൊ സെൻസസിനൊക്കെ ഡീലിമിറ്റേഷൻ നടക്കും. അപ്പൊ 26 കഴിയുമ്പോൾ സെൻസസ് വരെ നടക്കും. പിന്നെ കാസ്റ്റ് സെൻസസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ സെൻസസിനൊപ്പം എങ്ങാനും കാസ്റ്റ് സെൻസസ് നടന്നാലായി. നീ അടുത്ത പേജുകളിലേക്ക് വരുമ്പോ ഈ പേജിൽ സത്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ന്യൂസ് ഒക്കെ നോക്കിയപ്പോൾ താഴെ ITBP കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ITBP എന്താണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ടിബറ്റ് മേഖലയിലൊക്കെ ഇന്ത്യയുടെ ബോർഡറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അതിനെ കുറിച്ച് ഒരു ന്യൂസാണ്. അവർ നടത്തിയ അവരൊരു സ്മഗ്ലിംഗ് ഒക്കെ കണ്ടെത്തിയതിന്റെ കാര്യമൊക്കെയാണ്. പിന്നെ താഴോട്ട് വരുമ്പോ DGCA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വാട്ട് ഈസ് DGCA? വാട്ട് ഈസ് ദ റോൾ ഓഫ് DGCA in India? Director General of Civil Aviation is the safety regulator of civil aviation sector in India. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിലെ സേഫ്റ്റി റെഗുലേറ്റർ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് സാംസങ്ങിന്റെ ഒരു പ്രത്യേക മോഡൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായ ലോകത്ത് ചില സ്ഥലങ്ങളിൽ. പിന്നെ ആ ഫോണുമായിട്ട് നമുക്ക് ഇന്ത്യയിലെ വിമാനങ്ങളിൽ കയറാൻ പറ്റൂലായിരുന്നു കുറെ കാലം. ആ ഇഷ്യൂ ഒക്കെ സോൾവ് ആവുന്നതാണ്. കാര്യം സേഫ്റ്റി റെഗുലേറ്റർ DGCA ആയിട്ട് അവർ പറഞ്ഞ് മേലെ തന്നെ അതും കൊണ്ട് കയറാൻ പറ്റൂല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ പൈലറ്റുമാരുടെ കാര്യങ്ങളെല്ലാം എല്ലാ രീതിയിലും സേഫ്റ്റി റെഗുലേറ്റർ ആണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ സെക്ടറിലാണ്. റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹു ഈസ് ദ റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അശ്വനി വൈഷ്ണവ്. അശ്വനി വൈഷ്ണവ് ഈസ് ദ റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇനി ഒരു കാര്യം, അത് ഫ്രണ്ട് പേജിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭയങ്കര വിവാദമായ ഒരു നിയമം, ഒരു സംഭവമുണ്ട്. ഷാബാനു കേസ് എന്നൊരു സംഗതി. ഷാബാനു കേസ് എന്നൊരു സംഗതി ഒരു മുസ്ലിം യുവതി 1985, 86, 87 കാലഘട്ടത്തിൽ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. അവർക്ക് അവരുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തപ്പോ അവർക്ക് ജീവനാംശം വേണം, കോമ്പൻസേഷൻ വേണം എന്നും പേരുടെ. ഹിന്ദു സ്ത്രീകൾക്കും ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ഒക്കെ അത് അലൗഡ് ആണ്. പക്ഷെ ഇന്ത്യയിൽ മുസ്ലിം വ്യക്തി നിയമത്തിലെ ചില കാര്യങ്ങൾ ഉപയോഗിച്ചാണ് മുസ്ലിങ്ങളെ ഡിവോഴ്സും വിവാഹവും എല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഈ പറഞ്ഞ കോമ്പൻസേഷന് അർഹയല്ലായിരുന്നു. അങ്ങനെ ഈ ഷാബാനുവിന് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നവർക്ക് ഹസ്ബൻഡിന്റെ നിന്ന് കോമ്പൻസേഷൻ വാങ്ങാൻ. ഷാബാനു കേസിൽ സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി ഉണ്ടാകുന്നു. ആ സ്ത്രീ മറ്റെല്ലാ ഇന്ത്യൻ സ്ത്രീകളെ പോലെയും കോമ്പൻസേഷന് അർഹയാണെന്ന്. അപ്പൊ ഓർത്തഡോക്സ് ആയ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഓർത്തഡോക്സുകളായിട്ടുള്ള ആൾക്കാർ, അല്ലാതെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ ആ വിഭാഗത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഓർത്തഡോക്സ് മുസ്ലിംകള് വലിയ പ്രശ്നം ഉണ്ടാക്കി. അന്ന് രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് ആ ഓർത്തഡോക്സ് മുസ്ലിംസിന്, അത് മൈനോറിറ്റി ആയിട്ടുള്ള കുറെ ആൾക്കാരാണ്. അതിലിപ്പം 10 കോടി ആൾക്കാരുടെ 1-2 കോടി ആയിരിക്കും മൈനോറിറ്റീസ് ആയിട്ടുള്ളത്, അല്ല എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ആയിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് ഈ ഷാബാനു കേസിലെ വിധിയെ, സുപ്രീം കോടതിയുടെ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു നിയമം അവിടെ ഉണ്ടാക്കി. അത് മുസ്ലിം സ്ത്രീകൾക്കെതിരെ ചെയ്ത ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയിരുന്നു അന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റ്. വളരെ കോൺട്രവേഴ്സ്യലായി മാറിയ ഒരു സംഭവമാണത്. അപ്പം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം, വൺസ് ദേ ആർ ഗെറ്റിംഗ് ഡിവോഴ്സ് ഫ്രം ദെയർ ഹസ്ബൻഡ്, ദേ കനോട്ട് ക്ലെയിം കോമ്പൻസേഷൻ ഫ്രം ദെയർ ഹസ്ബൻഡ്സ് ഈവൻ ആഫ്റ്റർ there was a Supreme Court verdict in favor of Shabanu at that time. Government of India under Rajiv Gandhi formulated a new legislation to overtook the verdict of Supreme Court in Shabanu case. അപ്പോൾ അത് അട്ടിമറിച്ചു ആ വിധിയെ. പക്ഷെ ഇന്നലെ സുപ്രീം കോടതിയുടെ ചരിത്ര പ്രധാനമായിട്ടൊരു വിധി വന്നു. ഇന്ത്യയുടെ CRPC ഇപ്പൊ പോയി. അതിന് പകരം പ്രൊവിഷൻസ് BNSS-ലുണ്ട്. BNSS എന്ന് വെച്ചാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതില് CRPC വെച്ചാൽ അവർ പറഞ്ഞു, CRPCയുടെ എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതിന്റെ സെക്ഷൻ 125 അനുസരിച്ച് മുസ്ലിം പെണ്ണുങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കും ഈ പറഞ്ഞ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന്, അവരുടെ ഹസ്ബൻഡ്മാരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. അതൊരു സെക്യുലർ കൺട്രി ആയതുകൊണ്ട് സെക്യുലർ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ മറ്റ് എല്ലാ വിഭാഗത്തിലെ ഹിന്ദു പെണ്ണുങ്ങൾക്കും ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്കും സിഖ് പെണ്ണുങ്ങൾക്കും കിട്ടുന്ന അതേ ഇതിന് ഇവർക്ക് അർഹതയുടെ വിധി വന്നേക്കാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്, അതുകൊണ്ട് നടപ്പാവും.
അന്ന് ഷാബാനു കേസിലെ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം ഇതാണ്. അതൊക്കെ ഭയങ്കര വിവാദമാണ്. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. അതാണ് ഷാബാനു കേസിൽ ഇതിന് സുപ്രീം കോടതി അന്ന് ഇത് വിധിച്ചതാണ്. പക്ഷെ അതിന് അട്ടിമറിച്ച നിയമമാണത്. അത് രാജീവ് ഗാന്ധിയാണ് ചെയ്തതെന്ന്. പിന്നെ റഷ്യ ഇന്ത്യ അഗ്രി ടു ഗോ അഹെഡ് വിത്ത് ട്രേഡ് ഇൻ നാഷണൽ കറൻസി. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇന്നലെ നരേന്ദ്രമോദി പുടിനും തമ്മിലുള്ള എഗ്രിമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യം ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മളെ തങ്ങളില് ഏതാണ്ട് $64 ബില്യൺ ട്രേഡ് നടക്കുന്നുണ്ട്. പക്ഷെ $1 ബില്യൺ ട്രേഡ് നടക്കുന്നതിൽ ഡോളറിൽ പൈസ കൊടുക്കാൻ പറ്റില്ല. Since Russia is facing sanctions from US and other Western nations, they are not ready to settle Russia's payments in dollar. അവിടുത്തെ രാജ്യങ്ങളിലെ സെറ്റിൽമെന്റ് ബാങ്കുകളാണ് സെറ്റിൽ ചെയ്യുന്ന ബാങ്കുകളാണ് ഈ പേയ്മെന്റ് എല്ലാം ഡോളറിൽ കൊടുക്കേണ്ടത്. സോ റഷ്യ ഈസ് ഫേസിംഗ് ബിഗ് പ്രോബ്ലംസ് ഇൻ അക്സെപ്റ്റിംഗ് പേയ്മെന്റ് ഇൻ ഡോളർ. സോ ഈ ചൈനയൊക്കെ ഇപ്പൊ യുവാനിലാണ് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്, ചൈനയുടെ തന്നെ കറൻസിയിൽ. ഇന്ത്യ അതുപോലെ ഇന്ത്യയുടെ രൂപയിൽ പേയ്മെന്റ് കൊടുക്കാൻ ഉള്ള തീരുമാനമായി. അത് കുറെ ഇപ്പം അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നലെ മോഡിയും പുടിനും തമ്മിലുള്ള ഡിസ്കഷനിൽ അത് ഫോർമലൈസ് ചെയ്തു. അപ്പൊ ഇനി ട്രേഡ് നടത്തപ്പോൾ ഒരു പ്രശ്നമില്ല. ഡോളർ സെറ്റിൽമെന്റ് ഇല്ലാത്തതുകൊണ്ട് അവരെ കാശ് കിട്ടാതിരിക്കത്തില്ല. ഡോളർ സെറ്റിൽമെന്റ് കിട്ടത്തില്ല ഒരു കാര്യം. അമേരിക്കയൊക്കെ ഇത്രയും വലിയ ശത്രുക്കളായിട്ട് റഷ്യയുടെ നിൽക്കുക. അപ്പം ഈ ഡോളറിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ട അമേരിക്കയിലെയും അല്ലെങ്കിൽ യൂറോപ്പിലെയൊക്കെ സെറ്റിൽമെന്റ് ബാങ്കുകൾ അവര് റഷ്യക്കെതിരെ സാങ്ഷൻസ് ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് അവർ അതിന് റെഡിയല്ല. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് സഗ്മ. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? കൊൺറാഡ്, CONRAD, കൊൺറാഡ് സഗ്മ, SANGMA, കൊൺറാഡ് സഗ്മ. പിന്നെ ഇവിടെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ NGO വർക്കിംഗ് ഓൺ റൈറ്റ്സ് ഇഷ്യൂ ലൂസസ് FCRA രജിസ്ട്രേഷൻ. FCRA എന്താണെന്ന് അറിഞ്ഞിരിക്കുക? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇന്ത്യയിലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, NGO എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഇവരെല്ലാം ഫോറിൻ മണി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ conducting various social service activities in India. പക്ഷേ if you are accepting foreign currency, you have to obey regulations under FCRA Act. FCRA means foreign contribution. അതിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്താൽ ഗവൺമെന്റ് ആ ലൈസൻസ് കട്ട് ചെയ്യും. വിദേശത്ത് നിന്ന് പണം അക്സെപ്റ്റ് ചെയ്യാനുള്ള ലൈസൻസ്, അല്ലാതെ വേറെ ലൈസൻസ് ഒന്നും അല്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷന് പിന്നെയും പ്രവർത്തിക്കും, ബട്ട് ദേ കനോട്ട് അക്സെപ്റ്റ് ഫോറിൻ മണി. അപ്പൊ FCRA എന്താണെന്ന് അറിഞ്ഞിരിക്കുക? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. മെയിൻലി NGOസിനാണ് അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ പൈസ വിദേശത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 10,000 crore റേസ് ചെയ്തത്. അതൊന്നും വേണ്ട നമുക്ക്. ഇൻഫ്രാ ബോണ്ടായിട്ട് റേസ് ചെയ്തത്. പിന്നെ പീയൂഷ് ഗോയലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആണ് പീയൂഷ് ഗോയൽ. പിന്നെ NBFCസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ RBI ഉയർത്തിയിരിക്കുന്നു. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് NBFCസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പൊതുവേ ഒരു വിചാരമുണ്ട് RBI ഇസ് റെഗുലേറ്റർ ഓഫ് ബാങ്ക്സ് എന്നാണ് എല്ലാവരും പഠിക്കുന്നത്. നോ. RBI ഇസ് റെഗുലേറ്റർ ഓഫ് ബാങ്ക്. ഓൾസോ RBI ഇസ് റെഗുലേറ്റർ ഓഫ് NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അനദർ ഒരു സെക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. MFI, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേയ്മെന്റ് ബാങ്ക്സ്, small finance banks, peer-to-peer lending, everything is being regulated by Reserve Bank of India. If in an examination they are asking such a question that who is regulating MFI, microfinance institution? RBI ആണ് answer. NBFC, RBI ആണ് answer. Peer-to-peer lending, P2P എന്ന് പറയും. P2P, peer-to-peer lending, RBI ആണ് answer. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, RBI ആണ് ആൻസർ. സ്മോൾ ഫിനാൻസ് ബാങ്ക് നമ്മൾ ഇസാഫ് ബാങ്ക് ഒക്കെ, അതൊക്കെ SFB എന്ന് അറിയപ്പെടുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതുപോലെ പേയ്മെന്റ് ബാങ്കുകൾ RBI ആണ്. എല്ലാരെയും RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഒരു ബാങ്ക് എക്സാമിന് MFI റെഗുലേറ്റ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ MSME ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റിലെ കുറച്ച് കാര്യങ്ങളാണ്. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSME. അതിന്റെ മിനിസ്റ്ററാണ് ജിതൻ റാം മഞ്ചി. അവിടെ എഴുതിയിട്ടുണ്ട് ജിതൻ റാം മഞ്ചി. അപ്പൊ ബഡ്ജറ്റിൽ MSME സെക്ടറിൽ എന്തൊക്കെയായിരിക്കണം ഫോക്കസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പേജ് വേൾഡ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജിൽ മ്യാൻമറിൽ അവിടുത്തെ റബൽസ് അവിടുത്തെ ഓരോരോ പ്രദേശങ്ങളായിട്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. മ്യാൻമറിൽ പട്ടാളമാണ് ഭരിക്കുന്ന. പട്ടാളത്തിനെതിരെ വലിയ റബൽസ് പ്രവർത്തിക്കുന്നുണ്ട്. ദേ ആർ ആക്ച്വലി ഗെയിനിങ് ഫുഡ് ഹോൾഡ് ഇൻ മെനി പാർട്സ് ഓഫ് മ്യാൻമർ ആൻഡ് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ബിഗ് പ്രോബ്ലംസ് ഫോർ ദ മിലിറ്ററി ജുണ്ട ഇൻ മ്യാൻമർ. അതാണ് ഈ ഒരു ന്യൂസ്. പിന്നെ ഇസ്രായേൽ
അവിടെ ഗാസ സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വേറെ ഒന്നും അവിടെ പറയാനൊന്നുമില്ല. പിന്നെ യൂറോ കപ്പ് അവസാന സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കോപ്പ അമേരിക്ക അവസാന സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ആര് ജയിക്കും നമുക്ക് നോക്കാം. വിംബിൾഡൺ അവസാന സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിഞ്ഞാൽ മതി. ഇനി പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ, അടുത്ത മാസം പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. നീരജ് ചോപ്രയൊക്കെ തയ്യാറെടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണാം. അതൊക്കെയാണ്. പിന്നെ ഇന്ത്യയുടെ സ്പോർട്സില് മാന്യതയുടെ ആൾരൂപം എന്നറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡ് എടുത്തൊരു ഡിസിഷൻ. എത്ര കോടീശ്വരനാണെങ്കിലും ആരും ഒരു 2.5 crore ഒന്നും വെറുതെ കളയത്തില്ല. ഈവൻ നമ്മളുടെ യൂസഫ് അലി പോലും കളയാൻ തോന്നുന്നു, ഇത്രയും ആസ്തിയുള്ള അദ്ദേഹം. രാഹുൽ ദ്രാവിഡ് പറഞ്ഞു ഇന്ത്യയിലെ ക്രിക്കറ്റേഴ്സിന് എല്ലാവർക്കും 5 കോടി രൂപ വെച്ച് പ്ലേയേഴ്സിന് എല്ലാവർക്കും T20 വേൾഡ് കപ്പ് കിട്ടിയപ്പം കൊടുത്തു. നമ്മളെ സഞ്ജു സാംസൺ വരെ കിട്ടി, കളിക്കാത്ത സഞ്ജു സാംസൺ വരെ 5 കോടി വെച്ച്. സപ്പോർട്ട് സ്റ്റാഫില് രാഹുൽ ദ്രാവിഡിന് മാത്രം 5 കോടി, കോച്ചിന്. ബാക്കി സപ്പോർട്ട് സ്റ്റാഫിന് 2.5 കോടി. അതുകൊണ്ട് ദ്രാവിഡ് പറഞ്ഞു എനിക്കും 2.5 കോടി മതി, എനിക്ക് 5 കോടി വേണ്ടെന്ന്. ആ കിട്ടിയ 5 കോടി 2.5 കോടി അദ്ദേഹം BCCIക്ക് തിരിച്ചു കൊടുത്തു. ഇതേ സംഭവം മുമ്പൊരിക്കൽ Under-19 വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിൻ ചെയ്തപ്പോഴും സംഭവിച്ചു. അന്ന് 50 ലക്ഷം വെച്ച് എല്ലാവർക്കും കൊടുത്തു, സപ്പോർട്ട് സ്റ്റാഫിന് 20 or 25 കൊടുത്തോളൂ. അപ്പം ദ്രാവിഡ് പറഞ്ഞു എനിക്കും അത് മതി എന്ന് പറഞ്ഞു. അന്നും അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. ആർക്ക് പറ്റുമതൊക്കെ? ചില സേക്രഡ് സോൾസിനെ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അദ്ദേഹം BCCIക്ക് തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കി പാവപ്പെട്ട പിള്ളേരുടെ വല്ല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. BCCI ചുമ്മാ അവിടെ നിന്ന് വെട്ടി വിഴുങ്ങാനാണ്. അവന്മാർ 10,000 കോടി അവരെ കയ്യിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ദ്രാവിഡ്. പക്ഷെ ഒരു എക്സാമ്പിൾ ആണ്. ഈ പേജിലൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാല്ല. ഡിവോഴ്സ്ഡ് മുസ്ലിം വിമൻ എൻടൈറ്റിൽ ടു സെക്യുലാർ റെമഡി. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലത്തെ സുപ്രീം കോടതി വിധിയാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അല്ല വേറെ അവിടെ പറയാനില്ല. പിന്നെ ഈ ന്യൂസ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോ ഇതാണ് ഭജൻ ലാൽ ശർമ്മ, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഭജൻ ലാൽ ശർമ്മ. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഏരിയ വൈസ് ഈസ് രാജസ്ഥാൻ. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഏരിയ വൈസ് ഈസ് രാജസ്ഥാൻ. ഇന്ത്യസ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഈസ് ഉത്തർപ്രദേശ്. ഇന്ത്യസ് മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ഈസ് മഹാരാഷ്ട്ര. ഇതെല്ലാം ഓരോരോ പ്രത്യേകതകളാണ് ഓരോരോ സ്റ്റേറ്റിന്റെ. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് വായിക്കുക. ആർട്ടിക്കിൾസ് എല്ലാം മനസ്സിരുത്തി വായിക്കുക. സാർ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. സോ അത് കേട്ടാൽ മതി, വായിക്കേണ്ട ആവശ്യമില്ല എന്നൊരിക്കലും കരുതരുത്. ന്യൂസ് പേപ്പർ വായിച്ചല്ലാതെ നിങ്ങളുടെ അറിവും നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും ഒന്നും കൂടാൻ പോകുന്നില്ല, കോംപ്രിഹെൻഷൻ സ്കില്ലും ഒന്നും. സോ എവ്രിബഡി ഷുഡ് റീഡ് ന്യൂസ് പേപ്പർ റെഗുലർലി. നിങ്ങൾക്ക് എല്ലാ ആർട്ടിക്കിളും വായിക്കാൻ പറ്റില്ലെങ്കിൽ സർട്ടൺ ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്ത് വായിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമ്മളെ വീഡിയോ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. കുറെ പേര് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഇത് ആവശ്യപ്പെടുകയാണ്, റിക്വസ്റ്റ് ആണ്. താങ്ക് യു വൺസ് അഗെയിൻ.